ഭാര്യയോ ഭർത്താവോ മക്കളോ സമ്പത്തോ ധീരപരാക്രമഭാവങ്ങളോ അന്തകനെത്തുമ്പോൾ ജീവനെ രക്ഷിക്കാൻ അന്ത്യത്തിലെത്തില്ല തീർച്ച തന്നെ. ഇവരൊന്നും വിചാരിച്ചാല് അന്തകൻ കാലപാശവുമായിട്ട് കയറൊക്കെയായിട്ട് വരുന്നില്ലേ, ആ ബന്ധങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവരാര് വിചാരിച്ചാലും രക്ഷിക്കാൻ സാധിക്കില്ല. ഉറപ്പായിട്ട് ഇങ്ങനെ വിശ്വസിച്ചു. വിജയത്തിന്റെ അന്ത്യനിമിഷത്തിൽ അതാണ് ഉണ്ടായത്. നമ്മൾ തന്നെ പരിശ്രമിക്കണം. നമ്മൾ ഇത്രയും കാലം പരിശ്രമിച്ച് വളർത്തിയെടുത്ത് പോറ്റി ഉയർത്തിക്കൊണ്ടുവന്ന് എത്രയെത്ര പരിശ്രമങ്ങളാണോ ചെയ്തത് ഈ ശരീരത്തിനും ഈ തലയ്ക്കും ഇതിലുള്ള ഓരോ ഇന്ദ്രിയത്തിനെയും പരിശ്രമിപ്പിക്കുകയാണ് ചെയ്തത് അല്ലെ, പലതും ചെയ്തിട്ട്. പക്ഷെ അങ്ങനെയുള്ള ഇന്ദ്രിയം നമ്മൾ ഉപേക്ഷിക്കുകയിട്ടോ. ഇതെന്തിട്ട് നോക്കൂ, ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്യം ധനം സത്മഭൃത്യം ഭുവഞ്ച സമസ്തം പരിത്യജ്യ കഷ്ടമേകോ ഗമിഷ്യാമി ദുഃഖേന ദൂരം കിലാഹം. ശരീരം പിന്നെ അങ്ങോട്ട് തുടങ്ങിയിട്ട് പലതും പറയാൻ നമുക്കല്ലേ. കളത്രം ഭാര്യ, സുതം ബന്ധുവർഗം, വയസ്യം അടുത്ത ആളാണ് കേട്ടോ എന്ന് പറഞ്ഞില്ലേ, വയസ്യം. ഇങ്ങനെ സകലരും തന്റേതെന്ന് ഭാവിച്ചതും ഞാനെന്ന് അഹംഭാവത്തോടുകൂടി അഭിമാനിച്ചതുമായ സകലതും, ഞാൻ എന്ന് പറയുമ്പോഴെപ്പോഴും തന്റെ ശരീരത്തെയാണല്ലോ ഓർമ്മിക്കുക, അത് മുഴുവനും അങ്ങോട്ട് നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഇനി എനിക്ക് ആരുമില്ല എന്നുള്ള തോന്നലോടുകൂടിയിട്ട് കഴിയുമ്പോഴാണ് ഗജേന്ദ്രന്റെ ഒറ്റൊരു ചിന്ത ആദ്യമുള്ളൂ കേട്ടോ. ഭഗവത്ഗീതയിലൊക്കെ പറയുന്നത് പോലെ എന്താണ്, തത്ര തം ബുദ്ധി സംയോഗം എന്നാ പറയാ. അത് ചിലപ്പോൾ ആ പൂർവ്വപുണ്യം നമുക്ക് ആ സമയത്ത് വന്നു ചേരും. ജന്മാന്തരേ ഭവേൽ പുണ്യം എന്ന് പറയുന്നില്ലേ, അത് ആ സമയത്ത് വന്നു ചേരും.